2022 ഡിസംബർ 10 കോടിക്കണക്കിന് വരുന്ന ആരാധകർക്ക് വിങ്ങലോടെ അല്ലാതെ ആ ദിവസം ഓർക്കാനാവില്ല. അന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റൊണാൾഡോ അൽതുമാമ സ്റ്റേഡിയത്തിന്റെ പടിയിറങ്ങുമ്പോൾ ഫുട്ബോൾ ലോകവും അയാൾക്കൊപ്പം വിതുമ്പുകയായിരുന്നു. ലോക കിരീടത്തിനായുള്ള പോരാട്ടത്തിൽ രാജ്യത്തിനായി നീതി പുലർത്തിയിട്ടും ആ ഇതിഹാസത്തിന് പലപ്പോഴും ബെഞ്ചിലേക്ക് മാത്രമായി ഒതുങ്ങിപ്പോവേണ്ടി വന്നു. ഉറുഗ്വേക്കെതിരായ നോക്കൌട്ട് മത്സരത്തിൽ പോലും റൊണാൾഡോയെ ആദ്യ 11-ൽ ഇറക്കിയില്ല. അയാളെ മാത്രം വിശ്വസിച്ച ആരാധകർ സൈഡ് ബെഞ്ചിൽ എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ തകർന്നിരിക്കുന്ന റൊണാൾഡോയുടെ മുഖം ഞെട്ടലോടെയാണ് കണ്ടത്. തന്റെ നാടിനായി അവസാന നിമിഷം വരെ സർവസ്വവും നൽകിയിട്ടും തോറ്റു മടങ്ങേണ്ടി വന്ന പോരാളിയായി അയാൾക്കന്ന് തല താഴ്ത്തി മടങ്ങേണ്ടി വന്നു. തന്റെ സമകാലികനായ ലയണൽ മെസ്സി ലോകകപ്പ് സ്വന്തമാക്കി കരിയറിലെല്ലാം നേടിയപ്പോഴും റൊണാൾഡോ എന്ന ഇതിഹാസം വിശ്വകിരീടമില്ലാതെ അപൂർണനാകേണ്ടി വരും. റൊണാൾഡോ അവിടെയും പഴിക്കപ്പെട്ടു. അയാളുടെ കരിയർ അവിടം കൊണ്ട് അവസാനിച്ചുവെന്ന് പലരും വിധിയെഴുതി. ലോകം കണ്ട ഏറ്റവും മികച്ച ഫുട്ബോൾ താരത്തിന്റെ അവസാനത്തെ പന്തുതട്ടൽ ഖത്തറിലേതായിരിക്കുമെന്നും കരുതി. ഏറെ വിമർശനങ്ങളും അവഗണനകളും ഏറ്റുവാങ്ങിയും സഹിച്ചുമാണ് അയാൾ പോർച്ചുഗലിന്റെ 7-ാം നമ്പർ കുപ്പായമണിഞ്ഞ് മൈതാനത്തിറങ്ങിയത്. എന്നിട്ടും കിരീടമില്ലാത്ത രാജാവായി നെഞ്ചു തകർന്ന് ലോകകപ്പ് വേദിയിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നപ്പോൾ വിമർശകർ പോലും ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടാകണം: റൊണാൾഡോ, നിങ്ങൾ ഇതിലും കൂടുതൽ അർഹിച്ചിരുന്നു. 2023 ഡിസംബർ 30 ഇന്ന് അതേ റൊണാൾഡോ ലോക ഫുട്ബോളിൽ ഒന്നാമനാണ്. 2023 കലണ്ടർ വർഷത്തിൽ ഏറ്റവും കൂടുതൽ ഗോളടിച്ച താരം. ഗോൾ വേട്ടയിൽ 25-കാരനായ കിലിയൻ എംബാപ്പയെയും 23-കാരനായ എർലിംഗ് ഹാലൻഡിനെയും മറികടന്ന് ഒന്നാമനായത് ഒരു 38-കാരൻ. അവസാനിച്ചുവെന്ന് കരുതിയെടുത്തു നിന്ന് തുടങ്ങിയ റൊണാൾഡോ ഒരു ഫിനിക്സ് പറവയെ പോലെ പറന്നുയർന്നെത്തിയത് ഒരു യുവതാരത്തിനും എത്തിപ്പിടിക്കാൻ കഴിയാത്തത്ര ഉയരത്തിൽ. 2023 54 ഗോളുകളാണ് റൊണാൾഡോയുടെ ബൂട്ടുകളിൽ നിന്ന് പിറന്നത്. ജനുവരിയിൽ അരങ്ങേറ്റം കുറിച്ചതിനു ശേഷം അൽ നസറിനായി 44 ഗോളുകൾ. പോർച്ചുഗൽ ദേശീയ ടീമിന് വേണ്ടി 9 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ നിന്ന് 10 ഗോളുകൾ. റൊണാൾഡോയുടെ ക്ലബ്ബ് കരിയറും അത്ര സുഖമുള്ളതായിരുന്നില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി എല്ലാം നൽകിയിട്ടും പതിവ് വിവാദങ്ങൾക്കൊടുവിൽ 2022 നവംബറിൽ റൊണാൾഡോയ്ക്ക് ഓൾഡ് ട്രഫോർഡിന്റെ പടിയിറങ്ങേണ്ടി വന്നു. 2023 തുടക്കത്തിൽ ഫുട്ബോൾ ലോകത്തെ ഞെട്ടിച്ച് അയാൾ യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞു. സൗദി പ്രോ ലീഗ് ക്ലബ്ബായ അൽ നസറിലേക്ക് ചേക്കേറുമ്പോഴും റൊണാൾഡോ ചെയ്തത് മണ്ടത്തരമാണെന്ന് പലരും പറഞ്ഞു. യൂറോപ്പിൽ നിന്ന് തോറ്റോടുകയാണെന്നും കേട്ടുകേൾവി പോലുമില്ലാത്ത ഒരു ലീഗിൽ ഇനി ശിഷ്ടകാലം കളിക്കേണ്ടി വരുമെന്നും പറഞ്ഞു. എന്നാൽ ഫുട്ബോളിന്റെ സകല സമവാക്യങ്ങളും തിരുത്തിക്കുറിക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു താനെന്ന് അധികം വൈകാതെ തന്നെ റൊണാൾഡോ തെളിയിച്ചു തന്നു. റൊണാൾഡോയ്ക്ക് പിന്നാലെ പല വമ്പൻ താരങ്ങളും പേരുകേട്ട യൂറോപ്യൻ ക്ലബ്ബുകൾ ഉപേക്ഷിച്ച് സൗദി പ്രോ ലീഗിലെത്താൻ തുടങ്ങി. കരീം ബെൻസിമ, എൻഗോളോ കാൻഡെ, റിയാദ് മെഹ്റസ്, റോബർട്ടോ ഫെർമിനോ, സാദിയോ മാനെ, എന്തിനേറെ സാക്ഷാൽ നെയ്മർ വരെ റൊണാൾഡോ എഫക്റ്റിൽ സൗദിയിലെത്തി. റൊണാൾഡോ ഒരു പ്രതീക്ഷയാണ്. വിമർശനങ്ങളോ അവഗണനകളോ നിങ്ങൾക്ക് ഒന്നും അവസാനിപ്പിക്കാനുള്ള കാരണമല്ലെന്നുള്ള പ്രതീക്ഷ. എല്ലാം അവസാനിച്ചുവെന്ന് ലോകം വിധി എഴുതിയിടത്തു നിന്ന് തുടങ്ങണമെന്നുള്ള പ്രതീക്ഷ. 2022-നപ്പുറം ഒരു 2023 നിങ്ങളെ കാത്തിരിപ്പുണ്ടെന്നുള്ള പ്രതീക്ഷ.